Welcome to Shida's Talk. Hello everyone. Today I am going to help you to study class 10 unit 1 Friends, Romance, Countrymen solved activities. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഫ്രണ്ട്സ് റൊമാൻസ് കൺട്രിമെൻ എന്നുള്ള സ്പീച്ചിൻ്റെ ആ ഒരു സോൾഡ് ആക്ടിവിറ്റീസാണ്. മെയിൻലി എപ്രീസിയേഷൻ, അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള ആൻസർ ദ ഫോളോയിങ്, ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്നുള്ള ഭാഗത്തുള്ള ആൻസർ ദ ഫോളോയിങ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുവനായി കണ്ട് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഡിയോസ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ് റൊമാൻസ് കൺട്രിമെൻ എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്ന പാഠഭാഗത്തുള്ള നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഒക്കേഷൻ ഓഫ് മാർക്ക് ആൻ്റണി സ്പീച്ച്? മാർക്ക് ആൻ്റണിയുടെ ആ ഒരു സ്പീച്ചിൻ്റെ അവസരം, അതായത് ഏത് അവസരത്തിലായിരുന്നു മാർക്ക് ആൻ്റണി ഈ ഒരു സ്പീച്ച് നടത്തുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദ സ്പീച്ച് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ ഫ്യൂണറൽ ഓഫ് ജൂലിയസ് സീസർ, ദ റോമൻ ലീഡർ ഹൂ വാസ് അസാസിനേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കൺസ്പിറേറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ്. ബ്രൂട്ടസും കാഷ്യസും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഗൂഢാലോചനക്കാരാൽ വധിക്കപ്പെട്ട റോമൻ നേതാവായ ജൂലിയസ് സീസറിൻ്റെ ശവസംസ്കാര വേളയിലാണ് ഈ ഒരു പ്രസംഗം നടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ സ്പീച്ച്? ആ സ്പീച്ചിൻ്റെ പേർപ്പസ് എന്തായിരുന്നു? ദ സ്പീച്ച് ഈസ് ഡെലിവേർഡ് ടു ഓണർ സീസേഴ്സ് മെമ്മറി ആൻഡ് പെർസ്യൂർ ദ റോമൻ ക്രൗഡ് ടു ടേൺ അഗെയിൻസ്റ്റ് ദ കൺസ്പിറേറ്റേഴ്സ്. സീസറിൻ്റെ സ്മരണയെ ആദരിക്കുന്നതിനും റോമൻ ജനക്കൂട്ടത്തെ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നതിനുമാണ് ഈ പ്രസംഗം നടത്തുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ആൻ്റണി യൂസ് റെട്ടറിക് ടു മാനിപ്പുലേറ്റ് ദ ക്രൗഡ്? അവിടെയുള്ള ജനക്കൂട്ടത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാർക്ക് ആൻ്റണി ആ ഒരു റെട്ടറിക് ക്വസ്റ്റ്യൻസ്, അല്ലേ, അതൊരു ലിറ്റററി ഡിവൈസാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇതിലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതുമായിട്ട് പറയുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു റെട്ടറിക് എങ്ങനെയാണ് മാർക്ക് ആൻ്റണി യൂസ് ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. Answer: Mark Antony uses various rhetorical devices in his speech to pursue the crowd and manipulate their emotions. He evokes both sympathy and anger in the crowd, who finally turns against the conspirators. Antony succeeds in arousing doubt about Brutus' honor and the motives of the conspirators, and in the process builds trust with the crowd. ഈ ഒരു സ്പീച്ചിൽ ആൻ്റണി റെട്ടറിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് ജനക്കൂട്ടത്തെ സ്വാധീനിച്ച് അവരുടെ വികാരത്തെ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഈ ജനക്കൂട്ടത്തിൽ സഹതാപവും രോഷവും ഉണർത്തുകയും ഒടുവിൽ ജനങ്ങൾ തന്നെ ഈ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിയുകയും ചെയ്യുന്നു. ബ്രൂട്ടസിൻ്റെ ആ ഒരു ബഹുമാനത്തെക്കുറിച്ചും ഗൂഢാലോചനക്കാരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും സംശയം ജനിപ്പിക്കുന്നതിൽ ആൻ്റണി വിജയിക്കുകയും ഈ ഒരു സ്പീച്ചിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെട്ടറിക്കൽ ഡിവൈസ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്പീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് the repetition of the line Brutus is an honorable man suggest? അപ്പോൾ നമുക്ക് ഈ ഒരു പോമിൽ മുഴുവനായിട്ടും നമുക്ക് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന ലൈന് ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതെന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: ആൻ്റണി യൂസസ് ഐറണി വെൻ ഹി റിപ്പീറ്റ്സ് ദ ഫ്രേസ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, implying
ബ്രൂട്ടസ് ഈസ് ആക്ച്വലി ഡിസ്ഹോണറബിൾ. അതായത് ഒരു ലിറ്റററി ഡിവൈസായ ഐറണിയാണ് ഈ ഒരു വേർഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസിലൂടെ ആൻ്റണി ഉദ്ദേശിക്കുന്നത്. ഐറണി എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ആക്ച്വൽ മീനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക്, അതായത് നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് മീനിങ് വരിക. അപ്പോൾ ഇവിടെ ഓണറബിൾ ബ്രൂട്ടസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിസ്ഹോണറബിൾ ബ്രൂട്ടസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് മാർക്ക് ആൻ്റണീസ് സ്പീച്ച് റിവീൽ ഹിസ് ഓൺ ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ്? മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോട്ടീവ്സും ക്യാരക്ടറും വെളിവാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: Antony was loyal and had a deep affection for Julius Caesar, which becomes evident in his emotional speech. Caesar trusted Antony, and Antony was regarded as one of Caesar's closest and most trusted allies. Antony also had great respect for Caesar's leadership and military prowess. ആൻ്റണിക്ക് ജൂലിയസ് സീസറിൻ്റെ വിശ്വസ്തനും ആഴമേറിയ വാത്സല്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വൈകാരിക പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ്. സീസർ ആൻ്റണിയെ വിശ്വസിക്കുകയും ആൻ്റണിയെ സീസറിൻ്റെ ഏറ്റവും അടുത്തതും വിശ്വസ്തവുമായ സഖ്യകക്ഷികളിൽ ഒരാളാക്കി കണക്കാക്കുകയും ചെയ്തു. സീസറിൻ്റെ നേതൃത്വവും സൈനിക വൈദഗ്ധ്യത്തെയും ആൻ്റണി വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിക്സ്ത് വൺ. വാട്ട് ഇമ്പാക്ട് ഡസ് ആൻ്റണീസ് സ്പീച്ച് ഹാവ് ഓൺ ദ ക്രൗഡ്? ആ ഒരു ജനക്കൂട്ടത്തിൽ ആൻ്റണിയുടെ സ്പീച്ച് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ: Mark Antony's speech has a significant impact on the crowd. It evokes strong emotions in the crowd, including anger, sadness, and outrage. Antony succeeds in manipulating the crowd's emotions and gain support. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം ജനക്കൂട്ടത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ഈ ജനക്കൂട്ടത്തിൽ കോപം, സങ്കടം, രോഷം എന്നിവയുൾപ്പെടെ ശക്തമായ വികാരങ്ങൾ ഉണർത്തുന്നുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പിന്തുണ നേടുന്നതിലും ആൻ്റണി വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെവൻത് വൺ. വാട്ട് ആർ ദ ലിറ്റററി ഡിവൈസസ് യു നോട്ടീസ് ഇൻ ദ സ്പീച്ച്? മെൻഷൻ എനി ടു. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ലിറ്റററി ഡിവൈസാണ് ഈ ഒരു സ്പീച്ചിൽ നമ്മൾ നോട്ടീസ് ചെയ്തത്. അതിലേതെങ്കിലും രണ്ടെണ്ണം മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓൾറെഡി ഈ ഒരു ആക്ടിവിറ്റി, ഇതിലുള്ള ലിറ്റററി ഡിവൈസ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് റെപ്പിറ്റേഷൻ, മെറ്റഫോർ, അലിറ്ററേഷൻ, ഐറണി, ഹൈപ്പർബോളി, റെട്രിക്കൽ ക്വസ്റ്റ്യൻ. ഇത്രയും ലിറ്റററി ഡിവൈസ് ഈ ഒരു സ്പീച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനീഷനും ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ്, അതായത് ഏതെങ്കിലും ഒരു ലൈനിൽ ആ ഒരു വേർഡോ ഫ്രേസസോ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു പോമിൽ ഏത് ലൈനാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ അല്ലേ. ഈ ഒരു ലൈനായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടു എംഫസൈസ് ഐഡിയാസ്. അപ്പോൾ ആൻ്റണി റിപ്പീറ്റ്സ് ഹിസ് ഫ്രേസ് മൾട്ടിപ്പിൾ ടൈംസ് ടു ക്വസ്റ്റ്യൻ ബ്രൂട്ടസ് മോട്ടീവ്സ് ആൻഡ് ക്യാരക്ടർ. ആ ഒരു ബ്രൂട്ടസിൻ്റെ ആ ഒരു മോട്ടീവും ബ്രൂട്ടസിൻ്റെ ആ ഒരു ക്യാരക്ടറും സ്വഭാവവും എന്താണ് എന്നുള്ളത് ആ ഒരു ജനക്കൂട്ടത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈന് അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റഫറാണ് അല്ലേ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ്. അതായത് പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നതിനാണ്, താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഈ ഒരു സ്പീച്ചിൽ ഏതാണ് നമുക്ക് മെറ്റഫറായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്? മൈ ഹാർട്ട് ഈസ് ഇൻ ദ കൊഫീൻ ദാവിത്ത് സീസ്.
ഈ ഒരു ലൈനാണ് നമുക്ക് മെറ്റഫറായിട്ട് പറയാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഫംഗ്ഷനിൽ എന്താ എഴുതാൻ പറ്റുക? ആൻ്റണീസ് ഹാർട്ട് ഈസ് നോട്ട് ലിറ്ററലി ഇൻ ദ കൊഫീൻ, ഇറ്റ് സിംബോളിസൈസ് ഡീപ്പ് ഗ്രീഫ്. അപ്പോൾ ആൻ്റണിയുടെ ആ ഒരു സങ്കടം അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൻ്റണിയുടെ ഹൃദയം ആ ഒരു ശവപ്പെട്ടിയിലാണെന്ന് പറയുന്നത്. ആക്ച്വലി ആൻ്റണിയുടെ ഹൃദയം എവിടെയല്ല ഉള്ളത്? ആ ശവപ്പെട്ടിയിലല്ല ഉള്ളത്, ആൻ്റണിയിൽ തന്നെയാണ് അല്ലേ. പക്ഷെ അതിൻ്റെ ആ ഒരു സങ്കടത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ലൈന് ആ രീതിയിൽ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ആലിറ്ററേഷനാണ്. ആലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി കോൺസിക്യൂട്ടീവ് വേർഡ്സ്. അടുത്തടുത്ത വേർഡുകളിൽ ഒരേ സൗണ്ടിലുള്ള കോൺസണൻ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലൈന് നമ്മൾ ഏതാണ് കൊടുക്കുന്നത്? ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അതായത് അതിലുള്ള ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ എന്നുള്ള സൗണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് വരുന്നുണ്ട്. നെക്സ്റ്റ് ബ്രൂട്ടിഷ് ബീസ്റ്റ്. ബ്രൂട്ടിഷ് ബീസ്റ്റിൽ എന്ന് പറയുന്ന സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. അതുപോലെ വേറെയും ലൈൻസ് നമുക്ക് ഈ പോമിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചെഴുതുക. ഇവിടെ എംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനുണ്ട്. അവിടെ ആ സ്റ്റേണർ സ്റ്റഫിൽ എന്നുള്ള സൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്തത് ഇതിലുള്ള നെക്സ്റ്റ് ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് ഐറണിയാണ് അല്ലേ. ഐറണി എന്ന് പറഞ്ഞാൽ ദ യൂസ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് സംതിങ് അതർ ദാൻ ദ ലിറ്ററൽ മീനിങ്, യൂഷ്വലി ദ ഓപ്പോസിറ്റ്. അതായത് വിരോധാഭാസം, യഥാർത്ഥ മീനിങ്ങിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ പറയുന്നത്. ഇവിടെ ഓൾറെഡി നമുക്കതിന് പറയാൻ പറ്റുന്ന ലൈൻ ഏതാണ്? ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്ഹോണറബിൾ മാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഫംഗ്ഷനിൽ എന്താ എഴുതാൻ പറ്റുക? വെൻ ആൻ്റണി റിപ്പീറ്റഡ്ലി കോൾസ് ബ്രൂട്ടസ് ആൻ ഓണറബിൾ മാൻ, ഹി ഈസ് യൂസിങ് വെർബൽ ഐറണി ടു കൺവേ ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഹി മീൻസ്. ഇവിടെ മക്കളെ നമ്മുടെ ലൈൻ ഒന്ന് പരസ്പരം മാറിപ്പോയിട്ടുണ്ട്. അതായത് ആലിറ്ററേഷൻ്റെ ഫങ്ഷൻ അവിടെ എഴുതിയിട്ടില്ല. സംഭവം മനസ്സിലായല്ലോ. എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട്, പിന്നെ റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട്. അവിടെ ആ ബോക്സിൽ അതാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? വെൻ ആൻ്റണി റിപ്പീറ്റഡ്ലി കോൾസ് ബ്രൂട്ടസ് എന്നുള്ള ആ ഒരു ഫങ്ഷൻ വരുന്നത് ഐറണിയുടെ ബോക്സിലാണ് കേട്ടോ. അത് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഹൈപ്പർബോളി. ഹൈപ്പർബോളി എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ, നമ്മൾ പെരുപ്പിച്ച് പറയുന്നത് അല്ലേ, കൂടുതലായിട്ട് പറയുന്നത്. അതിന് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന ലൈൻസ് ഏതാ? വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാസ് വെപ്റ്റ്, മൈ ഹേർട്ട് ഈസ് ഇൻ ദ കൊഫീൻ ദ വിത്ത് സീസർ. ഈ ഒരു രണ്ട് ലൈനാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക അല്ല. അപ്പോൾ അവിടെ ഫംഗ്ഷനിൽ നമ്മൾ എന്താ എഴുതുക? ആൻ്റണി എക്സാജറേറ്റ് സീസേഴ്സ് കമ്പാഷൻ ആൻഡ് എമ്പതി ഫോർ ദ പുവർ. അതായത് സീസർക്ക് പാവപ്പെട്ടവരോടുള്ള ആ ഒരു സഹാനുഭൂതിയും എമ്പതിയൊക്കെ വളരെയധികം എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വരികളിലൂടെ ആൻ്റണി പറയുന്നത്. ആൻ്റണി യൂസസ് ഹൈപ്പർബോളി ടു എക്സ്പ്രസ് ഹിസ് ഡീപ്പ് ഇമോഷണൽ പെയിൻ ആൻഡ് ഗ്രീഫ്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ആ ഒരു വേദന കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു യൂസേജും മൈ ഹാർട്ട് ഈസ് ഇൻ ദ കൊഫീൻ ദർ വിത്ത് സീസർ എന്നുള്ള ആ ഒരു ലൈനും ആൻ്റണി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെയധികം പെരുപ്പിച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അതിന് നമുക്കിവിടെ ഒരു നമ്മുടേതായ ഒരു ക്രിയേഷനൊക്കെ ഇവിടെ നമുക്ക് ഓരോന്നിനും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഫസ്റ്റ് വണ്ണിനൊക്കെ ഓൾറെഡി ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ ആലിറ്ററേഷൻ മെറ്റഫറും നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പോമലത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് എഴുതാം. ആലിറ്ററേഷൻ ഏതാണെന്ന് വിശദമാക്കിയിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. അതുപോലെ ഇതിപ്പോൾ ഹൈപ്പർബോളി നമ്മൾ നോർമലി നമ്മൾ ടോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, ഐ ടോക്ക് ടു എ മില്യൺ പീപ്പിൾ ടുഡേ. ഞാൻ ഇന്ന് കോടിക്കണക്കിന് ആളോട് സംസാരിച്ചു എന്ന്. ഒരു ദിവസം കോടിക്കണക്കിന് ആളോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളത് എക്സാജറേറ്റ് പറയുമ്പം അത്രയധികം ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. ഇനി ഇതിൽ വരുന്ന ലാസ്റ്റ് എന്താ? റെട്രിക്കൽ ക്വസ്റ്റ്യൻ. റെട്രിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ആൻസർ ആസ് ഇറ്റ് ഈസ് ഒബ്വിയസ്. അതായത് ആ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് നമുക്ക് ശരിക്കും ആവശ്യമില്ല, ആൻസർ നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി വളരെ അവിടെ ക്ലിയർ ആയിരിക്കും അല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ്റെത്. അപ്പോൾ അതിന് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ലൈൻ ഏതാ? യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്, വാട്ട് കോസ് വിത്ത് ഹോൾഡ് യു ദെൻ ടു മോൺ ഫോർ മീ.
ഈ ലൈനാണ് നമുക്കവിടെ പറയാൻ പറ്റുക. അവിടെ ഫങ്ഷൻസ് നോക്കൂ. ഇറ്റ് ഹെൽപ്ഡ് ആൻ്റണി പെർസ്യൂ ദ ക്രൗഡ് ടു ക്വസ്റ്റ്യൻ ദെയർ ആക്ഷൻസ് ആൻഡ് സിമ്പതൈസ് വിത്ത് ഹിം. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ആ ഒരു പ്രവൃത്തിയെ ആൻ്റണി ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ചോദ്യം ചെയ്ത് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവരിൽ നിന്നും ഒരു ആൻസർ അല്ല പ്രതീക്ഷിക്കുന്നത് അല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടുത്തെ ഈ ഒരു ആക്ടിവിറ്റിയും നമ്മളിത് തീർത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ആക്ടിവിറ്റി ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് നമ്മൾ എഴുതേണ്ടത് ഈ ഒരു സ്പീച്ചിൻ്റെ അപ്രീസിയേഷനാണ്. അതെങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. Friends, Roman Countrymen is one of the most famous and powerful speeches from William Shakespeare's play Julius Caesar. Friends, Roman Countrymen എന്ന് പറയുന്ന ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള ഭാഗം വില്യം ഷേക്സ്പിയറുടെ ഫേമസും പവർഫുള്ളായിട്ടുള്ള ജൂലിയസ് സീസർ എന്ന ഡ്രാമയിൽ നിന്നുള്ള ഒരു സ്പീച്ചാണ്. മാർക്ക് ആൻ്റണി ഡെലിവേഴ്സ് ദി സ്പീച്ച് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ after Brutus and the other conspirators have assassinated Caesar, claiming he was ambitious. അപ്പോൾ മാർക്ക് ആൻ്റണി പറയുന്ന ഒരു സ്പീച്ചാണിത്. ബ്രൂട്ടസിൻ്റെ കൂടെയുള്ള മറ്റ് ഗൂഢാലോചനക്കാരും സീസറിനെ കൊലപ്പെടുത്തിയതിന് ശേഷം, അതും എന്തു പറഞ്ഞിട്ടാണ് അവർ കൊലപ്പെടുത്തുന്നത്? സീസർ എംബീഷ്യസ് ആണ്, അധികാരമോഹിയാണ്, അല്ലേ, സ്വേച്ഛാധിപതിയാകും എന്ന് ആ ഒരു കുറ്റം പറഞ്ഞുകൊണ്ടാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം നമ്മുടെ മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു സ്പീച്ചാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്ന പാഠഭാഗത്തിലൂടെ പഠിക്കാനുള്ളത്. In his speech, Antony pretends to honor Brutus and the conspirators by repeatedly calling them honorable men. But he uses irony to make the crowd doubt their honesty. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ ആൻ്റണി നമ്മുടെ ബ്രൂട്ടസിനെ ബഹുമാനിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ. ബ്രൂട്ടസിനെയും കൂടെയുള്ള ഗൂഢാലോചനക്കാരെയും ബഹുമാനിക്കുന്നതായിട്ട് അഭിനയിക്കുകയും റിപ്പീറ്റഡ്ലി കോളിംഗ് ദം ഹോണറബിൾ മെൻ, അവരെ ആവർത്തിച്ച് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഹോണറബിൾ മെൻ എന്ന്. പക്ഷേ ആക്ച്വലി അത് ഈ സ്പീച്ചിൽ ഒരു ഐറണി ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐറണി എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായിട്ട്, അല്ലേ. ഡിസ്ഹോണറബിൾ മാൻ എന്ന് തന്നെയാണ് ആൻ്റണി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർക്കത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, then Antony reminds the people of Caesar's compassion, generosity and honesty. ആൻ്റണി ജനങ്ങളെ എന്ത് ഓർമ്മപ്പെടുത്തുന്നു? സീസർക്ക് അവിടെയുള്ള ജനങ്ങളോടുള്ള ആ ഒരു അനുകമ്പയും ഉദാര മനസ്കതയും സത്യസന്ധതയൊക്കെ ആൻ്റണി ആ ഒരു സ്പീച്ചിലൂടെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. He tells them that Caesar wept for the poor, refused the crown 3 times and filled Rome's treasury with ransom from captives, proving that Caesar was not ambitious as Brutus claimed. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ മാർക്ക് ആൻ്റണി പറയുകയാണ്, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് തേങ്ങുന്ന ഒരു ഹൃദയം ആർക്കുണ്ടായിരുന്നു? സീസറിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ തനിക്ക് മുമ്പിൽ വെച്ച് നീട്ടിയ ആ ഒരു കിരീടധാരണം 3 തവണ സീസർ നിഷേധിക്കുകയാണ് ചെയ്തത്. കൂടാതെ റോമിൻ്റെ ഖജനാവ് തടവിലാക്കപ്പെട്ട ആൾക്കാരുടെ മോചനദ്രവ്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആ ഒരു സീസർ ബ്രൂട്ടസ് പറയുന്നത് പോലെ, ബ്രൂട്ടസ് ക്ലെയിം ചെയ്യുന്നത് പോലെ ഒരു എംബീഷ്യസ് ആയിരുന്നോ എന്നും ഈ ഒരു സ്പീച്ചിൽ ജനങ്ങളോട് ആര് ചോദിക്കുന്നുണ്ട്? നമ്മുടെ മാർക്ക് ആൻ്റണി ചോദിക്കുന്നുണ്ട്. To provoke the emotions of the Roman crowd, Antony uses many rhetorical devices. റെട്രിക്കൽ ഡിവൈസസ് ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ പ്രൊവോക്ക് ചെയ്യുന്നതിന് ഒരുപാട് റെട്രിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് ആൻസർ ആവശ്യമില്ല, അതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അവരിലൊരു ചിന്ത ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതുപോലത്തെ ഒരുപാട് റെട്രിക്കൽ ക്വസ്റ്റ്യൻസും ആര് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സ്പീച്ചിൽ? മാർക്ക് ആൻ്റണി യൂസ് ചെയ്തിട്ടുണ്ട്. ഹി യൂസസ് റെപ്പിറ്റേഷൻ ഓഫ് കീ ലൈൻസ് ലൈക്ക് ബ്രൂട്ടസ് സേസ് സീസസ് വാസ് എംബീഷ്യസ് ആൻഡ് കോൾസ് ബ്രൂട്ടസ് ആൻഡ് ഹോണറബിൾ മാൻ വിത്ത് ഹിഡൻ സർക്കാസം. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വരികളിലൊക്കെ ആ ഒരു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർക്കാസമാണ് ഈ ഒരു സ്പീച്ചിലൂടെ ആര് കാണിച്ചിരിക്കുന്നത്? മാർക്ക് ആൻ്റണി കാണിച്ചിരിക്കുന്നത് ആ ഒരു പരിഹാസം, ബ്രൂട്ടസിനോടുള്ള പരിഹാസം. ഹി ഓൾസോ യൂസസ് അപ്പോസ്ട്രോഫി ബൈ ഡയറക്ട്ലി അഡ്രസ്സിങ് ഓ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അപ്പോസ്ട്രോഫി എന്ന് പറയുന്ന ആ ഒരു ലിറ്റററി ഡിവൈസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ആ ഒരു മുമ്പിലില്ലാത്തൊരു വ്യക്തിയെ,
നമ്മൾ മുമ്പിലുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ വിളിക്കുന്നത്. അതൊരു ഒബ്ജക്റ്റ് ആവണമെന്നില്ല, അതൊരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും ഒരു ഐഡിയാസിനെയോ നമ്മൾ എന്ത് ചെയ്യും, ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് അവരോട് പറയുന്ന കാര്യമാണ് ഇവിടെ അപ്പോസ്ട്രോഫി എന്നുള്ള ലിറ്റററി ഡിവൈസായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വരി, ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓ നീതിപീഠമേ അങ്ങനെ വിളിച്ചുകൊണ്ട്, കാരണം അതൊരു മനുഷ്യനല്ല, അവിടെ ആ ഒരു നീതിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ലിറ്റററി ഡിവൈസ് ഇതിൽ ആര് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്പീച്ചിൽ മാർക്ക് ആൻ്റണി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് personification when he says that judgment has fled to brutish beast. അപ്പോൾ അതേപോലെ personification, മനുഷ്യരല്ലാത്ത ആൾക്കാർക്ക് മനുഷ്യരുടെ ആ ഒരു ക്വാളിറ്റി നൽകുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. അതും ഈ ഒരു വരിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ജഡ്ജ്മെൻറ്റ് ഹാസ് ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്രൂട്ടിഷ് ആയിട്ടുള്ള ആനിമലിലേക്ക് ഓടിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിന് അങ്ങനെ മനുഷ്യരെ പോലെ ഓടിപ്പോകാൻ പറ്റുമോ? ഇല്ല. അവിടെ ജഡ്ജ്മെൻറ്റിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന ലിറ്റററി ഡിവൈസായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഹി യൂസസ് ഹൈബർബോളി ഇൻ ലൈൻസ് ലൈക്ക് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കൊഫീൻ ടു ഷോ ഹിസ് ഗ്രീഫ്. ഇതൊക്കെ നേരത്തെ നമ്മൾ ലിറ്റററി ഡിവൈസ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്, എപ്പോസ്ട്രോഫിയും പെർസോണിഫിക്കേഷനും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ആൻ്റണീസ് വേർഡ്സ് ക്രിയേറ്റ് വിവിഡ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ലൈക്ക് വെൻ ദ പുവർ ക്രൈഡ് സീസർ വാപ്റ്റ് വിച്ച് മേക്സ് ദ ക്രൗഡ് ഫീൽ സീസേഴ്സ് കൈൻഡ്നെസ്. അപ്പോൾ ഇതിലൊക്കെ ഈ വരികളിലൂടെ യൂസ് ചെയ്തിരിക്കുന്ന വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലിറ്റററി ഡിവൈസിൽ എടുത്ത് പറയാം. ഈ ഒരു, അതായത് ഒരു അപ്രീസിയേഷൻ എഴുതുമ്പം അതിൻ്റെ കൂടെ ആ ഒരു ഭാഗത്ത് കാണുന്ന ലിറ്റററി ഡിവൈസൊക്കെ നമ്മൾ പറയണം. അപ്പോൾ ഇവിടെയുള്ള വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും നമ്മളിപ്പോൾ ഈ ഒരു വരികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഡിവൈസസ് ലൈക്ക് ആലിറ്ററേഷൻ, അസൊനൻസ് ആൻഡ് കോൺസണൻസ് ഗിവ് റിതം ആൻഡ് പവർ ടു ദ സ്പീച്ച്. അതേപോലെ തന്നെ ലിറ്റററി ഡിവൈസായ ആലിറ്ററേഷൻ, അസൊനൻസ്, കോൺസണൻസ് ഇതൊക്കെ തന്നെ ഈ ഒരു സ്പീച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണൻറ്റ് സൗണ്ട് ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് വരിക അല്ലേ. അത് ഓൾറെഡി നമ്മൾ ലിറ്റററി ഡിവൈസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അസൊനൻസ്, വൗവൽ സൗണ്ട്. അത് വേർഡിൻ്റെ ബിഗിനിങ്ങിൽ വേണമെന്നില്ല, ഒരു ലൈനിൽ വേർഡിൻ്റെ എവിടെയെങ്കിലായിട്ട് എന്ത് ചെയ്യുക, ഒരേപോലത്തെ വൗവൽ സൗണ്ട് ആവർത്തിച്ചിട്ട് വരിക. അതേപോലെ തന്നെയാണ് കോൺസണൻസും. കോൺസണൻസ് എന്ന് പറയുന്നതും ഇതേപോലെ കോൺസണൻറ്റ് സൗണ്ട് എന്ത് ചെയ്യുക, വരിയുടെ ആദ്യത്തിലല്ല, എവിടെ വേണമെങ്കിലും ഒരു വേർഡിൻ്റെ നടുക്ക്, അങ്ങനെ എവിടെ വേണമെങ്കിലും ആവർത്തിച്ച് വരിക. അതിനൊക്കെയാണ് എന്ത് പറയുന്നത്, കോൺസണൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, തിങ്ക്, ഇങ്ക്. അപ്പോൾ അവിടെ ഇങ്ക്, NK എന്നുള്ള ആ ഒരു സ്പെല്ലിങ്, ഗ, അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനെയാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിന് വേണ്ടി ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇൻ ഷോർട്ട്, Antony's funeral speech is a brilliant example of how language, emotion, and rhetorical devices can influence public opinion without directly attacking opponents. അപ്പോൾ ഈ ഒരു ആൻ്റണിയുടെ ഈ ഒരു ഫ്യൂണറൽ സ്പീച്ചിൽ ഷേക്സ്പിയർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ലാംഗ്വേജും ഇമോഷൻസും ഇതുപോലത്തെ റെട്രിക്കൽ ഡിവൈസസൊക്കെ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം, ഒരു എതിരാളിയെ ഡിറക്റ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ ഒരു സ്പീച്ചിലൂടെ വളരെ ക്ലിയറായിട്ട് മാർക്ക് ആൻ്റണി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. It shows Shakespeare's genius in blending words and emotions in suit the situation perfectly. അപ്പോൾ ഈ ഒരു സ്പീച്ചിലൂടെ നമ്മൾ കാണിക്കുന്നത് ഷേക്സ്പിയറുടെ ആ ഒരു കഴിവാണ്. വേർഡ്സും ഇമോഷൻസൊക്കെ പരസ്പരം ബ്ലെൻഡ് ചെയ്ത് ആ ഒരു സിറ്റുവേഷന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഷേക്സ്പിയറിൻ്റെ കഴിവാണ് ഈ ഒരു സ്പീച്ചിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ അപ്രീസിയേഷനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഈ ഒരു അപ്രീസിയേഷനോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് വരുന്ന കൂടുതൽ വർക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.